മൂന്നാറിലെ പ്രശ്നങ്ങളാണ് ഉന്നത യോഗത്തിൽ തീരുമാനങ്ങളെടുത്തതെങ്കിലും അതിൻ്റെ വ്യാപ്തി അവിടെ മാത്രം ഒതുങ്ങില്ലെന്നാണ് IAS ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. കയ്യേറ്റം ഒഴിപ്പിക്കൽ, അനധികൃത നിർമ്മാണങ്ങൾ നീക്കം ചെയ്യൽ, 144 പ്രഖ്യാപിക്കൽ എന്നിവയെല്ലാം നിലവിലെ നിയമം നൽകുന്ന അധികാരങ്ങൾ ഉപയോഗിച്ചുള്ള നടപടികളാണ്. അത് ചെയ്യുന്നതിന് മുമ്പ് ജനപ്രതിനിധികളുമായി ആലോചിക്കണം, ജില്ലാതലത്തിലെ ഏകോപന സമിതിയിൽ ചർച്ച ചെയ്യണം, പോലീസിനെ അറിയിക്കണമെന്നൊക്കെ പറയുന്നത് നിയമവിരുദ്ധമാണെന്ന് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നു. ഇത് നടപ്പിലായാൽ ഒരു നടപടിയും എടുക്കാനാവാത്ത സ്ഥിതിയാകുമെന്ന് മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഓരോ പദവിയിലും നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് നിയമപരമായ നടപടികളെടുക്കുന്നതിന് പുറത്തുള്ള സംവിധാനങ്ങളുമായി ചർച്ച ചെയ്യുന്നതിനാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം. ദേവികുളം സബ് കളക്ടർക്കെതിരെ മന്ത്രി M. മണി നടത്തിയ പരാമർശങ്ങൾക്കെതിരെയും IAS ഉദ്യോഗസ്ഥർക്കിടയിൽ കടുത്ത അതൃപ്തിയുണ്ട്. സഭ്യതയുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്നതും അവഹേളനപരവുമായ മണിയുടെ വാക്കുകൾ മന്ത്രി എന്ന നിലയിലുള്ള പെരുമാറ്റച്ചട്ടം അഥവാ മിനിസ്റ്റീരിയൽ കോണ്ടക്റ്റിൻ്റെ നഗ്നമായ ലംഘനമാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം. ഇക്കാര്യത്തിലുള്ള അമർഷം സർക്കാരിനെ എങ്ങനെ അറിയിക്കണമെന്ന ആലോചനയിലാണ് IAS ഉദ്യോഗസ്ഥർ. R. ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.